നിങ്ങളുടെ ഈ വാശി കാരണം നമ്മുടെ മകന്റെ ജീവിതമാണ് നശിക്കുന്നത്. ലോകത്ത് എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ ഇപ്പൊ അവൻ ചെയ്തത്? ഒരുത്തിയെ ഫേക്ക് കല്യാണം കഴിക്കുക, അവളെയും കൊണ്ട് വിദേശത്ത് ഹണിമൂണിന് പോവുക, തിരിച്ചു വന്നിട്ട് ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ ആ കുട്ടിയെ ഉപേക്ഷിക്കുക. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, പ്രതികാരം തീർക്കുന്നതിന്റെ കൂട്ടത്തിൽ നശിക്കുന്നത് നമ്മുടെ മകന്റെ ജീവിതമാണ്. രാജി മുന്നറിയിപ്പ് പോലെ പറഞ്ഞു. എടി കഴുതേ, ആണിന് എന്ത് നഷ്ടപ്പെടാനാടി? ആണിനൊന്നും നഷ്ടപ്പെടില്ല. നഷ്ടപ്പെടുന്നത് മുഴുവൻ പെണ്ണിനാണ്. ഈ പാമ്പുങ്ങൾ പ്രിയദർശന്റെ രണ്ടാമത്തെ മകന് അവളേക്കാൾ മിടുക്കുകളായ 100 പെണ്ണിനെ കിട്ടും. നമ്മുടെ മക്കൾ ജീവിതം ആസ്വദിക്കട്ടെ, അല്ലാതെ എന്നെ പോലെ ഏകഭാര്യ വ്രതക്കാരനായി നടന്നിട്ട് എന്താ കാര്യം? ഒരു ജീവിതം പോയില്ലേടി എന്റെ? പ്രിയദർശൻ പറഞ്ഞു. നിങ്ങൾ എന്നെ കൊണ്ട് അധികമൊന്നും പറയിപ്പിക്കണ്ട. ഇപ്പോഴല്ലേ നിങ്ങൾക്ക് ഒരു ഒതുക്കം വന്നത്. നിങ്ങളുടെ നല്ല പ്രായത്തിൽ ഇവിടെ എന്തായിരുന്നു എന്നൊക്കെ എനിക്ക് നല്ലോണം അറിയാം. പിന്നെ എന്റെ അന്നത്തെ ഗതികേട് കൊണ്ടാ എല്ലാം സഹിച്ച് ഞാൻ ഇവിടെ തന്നെ നിന്നത്. ഇപ്പോൾ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ വന്നപ്പോൾ നിങ്ങളെ കൊണ്ട് ഒന്നിനും പറ്റാതെയായി. അതുകൊണ്ടല്ലേ നിങ്ങൾ ഒതുങ്ങിയത് മനുഷ്യ? ദേഷ്യത്തോടെ രാജശ്രീ പറഞ്ഞു. അപ്പോൾ നിനക്ക് എല്ലാം അറിയാം അല്ലേ? പ്രിയദർശൻ പൊട്ടിച്ചിരിച്ചു. എടി, നിന്നെ കെട്ടിയതിന് ശേഷം സത്യത്തിൽ ഞാൻ മറ്റൊരുത്തിയുടെ കൂടെ പോയിട്ടില്ല. കെട്ടുന്നതിന് മുമ്പ് പോയിരുന്നു. നിനക്കറിയോ, പണ്ടിവിടെ ജോലിക്ക് വന്ന ഒരു പെണ്ണ്, പേര് ഞാൻ പറയുന്നില്ല, പാവം, ഇപ്പോൾ വയസ്സായി, മകന്റെ കൂടെ വിദേശത്ത് എവിടെയാണ്. അന്നവർ സുന്ദരിയായിരുന്നു, തടിച്ചു കൊഴുത്ത ശരീരം. ഇന്നത്തെ പോലെ ശരീരം മുഴുവൻ മൂടിക്കിടക്കുന്ന വസ്ത്രങ്ങളൊന്നുമല്ല അന്ന് ധരിക്കുക. ഒരു ഹാഫ് ബ്ലൗസും പിന്നെ മുണ്ടുമാണ് വേഷം. മുണ്ടാണെങ്കിൽ അടിവയറിനോട് ചേർന്നാണ് ഉടുക്കുക. എന്റെ രാജി, ആ സ്ത്രീയുടെ പൊക്കിള് കണ്ടാലുണ്ടല്ലോ, പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല. അത്രയ്ക്ക് അഴകുള്ള പൊക്കിൾ പിന്നീട് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സത്യത്തിൽ അതിലൊരു വാഴ നടാം. രാജിയുടെ ചെവിയോട് ചേർന്ന് നിന്നുകൊണ്ട് അയാൾ സ്വകാര്യം പോലെ പറഞ്ഞു. രാജി അപ്പോൾ അറപ്പോടെ മുഖം തിരിച്ചു. മാറിടങ്ങളൊക്കെ എന്തു വലിപ്പമായിരുന്നെന്നോ. അവർ ഇവിടെ ജോലിക്ക് നിൽക്കുന്ന സമയത്ത് എനിക്ക് 17 വയസ്സ് മാത്രമേ ഉള്ളൂ. സത്യത്തിൽ എനിക്കെല്ലാ പണിയും പഠിപ്പിച്ചു തന്നത് ആ സ്ത്രീയാണ്. ഇപ്പോഴും അവരെ പറ്റി ചിന്തിക്കുമ്പോൾ എന്റെ ശരീരം മുഴുവൻ രോമാഞ്ചമാണ്. എന്തൊരു അനുസരണയായിരുന്നെന്നോ അവർക്ക്. ഞാൻ പറയുന്നത് മുഴുവൻ എനിക്ക് ചെയ്തു തരും. അതൊരു കാലം. സത്യത്തിൽ 40 വയസ്സായ ആ സ്ത്രീ തന്നതിൽ പകുതി സുഖം പോലും നീ എനിക്ക് തന്നിട്ടില്ല. അതാടി പെണ്ണ്. ഇതൊക്കെ പ്രതീക്ഷിച്ച് നിന്നെ കെട്ടിയിട്ട് ഞാൻ ഇപ്പോൾ ശശിയായി. പറഞ്ഞുറപ്പിച്ച സ്ത്രീധനമോ നിന്റെ വീട്ടുകാർ തന്നില്ല. എന്നാൽ സ്ത്രീ സുഖം അനുഭവിക്കാമെന്ന് വെച്ചാൽ അതിനും നിവർത്തിയില്ലായിരുന്നു. വെറുതെ വടിമേൽ തുണി വെച്ച് കെട്ടിയതുപോലെയുള്ള ഒരു പെണ്ണ്. ഒന്ന് കെട്ടിപ്പിടിക്കാൻ തന്നെ പേടിക്കണം. കാരണം നിന്റെ എന്റെ ശരീരത്തിൽ കുത്തി തറച്ചാലോ? പിന്നെന്താ, ശരീരത്തിലെ ഒരവയവത്തിനും ഒരു ഭംഗിയില്ല. മാറിടങ്ങളൊക്കെ കണ്ടാൽ പട്ടിയുടേതുപോലെ തോന്നും. ഒന്ന് പിടിക്കാൻ പോലുമില്ല. ഓരോരോ വിധി. പെണ്ണിന്റെ രൂപം മാത്രമുള്ള ഒരു ശരീരം. ഇപ്പോഴല്ലേ നീ തടി വെച്ച് ശീമപ്പന്നിയെ പോലെ ആയത്. അപ്പോഴേക്കും എനിക്ക് വയസ്സായി, അസുഖങ്ങളുമായി. പോയ എന്റെ ജീവിതത്തെ പറ്റി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ മക്കളെങ്കിലും സുഖിച്ച് ജീവിക്കട്ടെ. എനിക്ക് കിട്ടാത്തത് അവർക്ക് കിട്ടട്ടെ. പ്രിയന്റെ വാക്കുകൾ കേട്ട് രാജിക്ക് ദേഷ്യം വന്നു. നിങ്ങൾ ഒരു മനുഷ്യനാണോ? കൂടെ കിടന്ന പെണ്ണുങ്ങളെ പറ്റിയൊക്കെ ഭാര്യയോട് പറഞ്ഞു രസിക്കുന്ന നിങ്ങളോട് എനിക്ക് പുച്ഛവും സഹതാപവും മാത്രമേ ഉള്ളൂ. എന്ത് പാപം ചെയ്തിട്ടാണാവോ അവർ നിങ്ങളുടെ മക്കളായി ജനിച്ചത്? ഛേ, നിങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് പുച്ഛം തോന്നുന്നു. രാജി വിറച്ചുകൊണ്ട് പറഞ്ഞു. ദേഷ്യം വന്നു. ഈ രാജശ്രീയുടെ ദേഷ്യം കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ് എന്ന് പറഞ്ഞ് അയാൾ ഉറക്കെ ചിരിച്ചു. ഇതാണ് പെണ്ണുങ്ങളുടെ ഒരു സ്വഭാവം. ഞാൻ സത്യമല്ലേ പറഞ്ഞത്? ഇവിടെ മറ്റു പെണ്ണുങ്ങളുടെ കൂടെ പോയി കിടന്നിട്ട് ഭാര്യയുടെ അടുത്ത് മാന്യമായി പെരുമാറുന്ന എത്രയോ ഭർത്താക്കന്മാരുണ്ട്. അവർ മരണം വരെ ഭാര്യയോട് നുണ പറയുന്നു. എന്നാൽ ഞാൻ അങ്ങനെയാണോ? കേൾക്കാൻ സുഖമില്ലെങ്കിലും സത്യം തന്നെയാടി ഞാൻ പറഞ്ഞത്. ഇനിയും എനിക്ക് പല കഥകളും പറയാനുണ്ട്, പ്രിയദർശൻ പറഞ്ഞു. അതൊക്കെ തന്നെത്താനെ ഇരുന്ന് പറഞ്ഞാൽ മതി. എനിക്ക് നിങ്ങളുടെ ഈ ചീഞ്ഞ കഥകൾ കേൾക്കണ്ട. കഥ കേൾക്കാൻ ആളെ വേണമെങ്കിൽ നിങ്ങളുടെ ജാൻസി റാണിയെ പോലെയുള്ള ഒരു മകളുണ്ടല്ലോ, അവളെയും നിങ്ങളുടെ അമ്മയെയും വിളിച്ച് കൂട്ടിയിരുത്ത്. എന്നിട്ട് അവരോട് പറഞ്ഞു കൊടുക്ക് എന്ന് പറഞ്ഞ് രാജി അവിടെ നിന്ന് സങ്കടപ്പെട്ടുകൊണ്ട് പോയി. മനസ്സെത്തുന്നിടത്ത് ശരീരം എത്തുന്നില്ല. എന്നാൽ പഴയ കഥകൾ പറഞ്ഞ് രസിക്കാമെന്ന് വെച്ചാൽ ആ മൂദേവി എന്റെ രസച്ചരട് പൊട്ടിച്ചു. നാശം. രാജി പോയ വഴിയെ നോക്കി പ്രിയദർശൻ പറഞ്ഞു. മറ്റ് സ്ത്രീകളെ പുകഴ്ത്തിയും സ്വന്തം ഭാര്യയെ താഴ്ത്തിക്കെട്ടിയും സംസാരിക്കുന്ന
ഒരുപാട് പുരുഷന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അതിലൊരാളാണ് പ്രിയദർശൻ. ഇതേ സമയം ഫിൻലാൻഡിൽ ഇനി വെറും 2 ദിവസം മാത്രം. അത് കഴിഞ്ഞാൽ ഈ മഞ്ഞുമൂടിയ രാജ്യത്തു നിന്നും നമ്മൾ തിരിച്ചു പോകുന്നു. കുറെ നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ കൂടെ കൊണ്ടുപോകുന്നു. മഹാദേവന്റെ നെഞ്ചോരം ചേർന്ന് കിടന്നുകൊണ്ട് കാന്തി പറഞ്ഞു. എന്താടോ, തനിക്ക് ഇവിടെ നിന്നും പോകാൻ തോന്നുന്നില്ലേ? മഹാദേവൻ അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തിക്കൊണ്ട് പറഞ്ഞു. പോകാൻ തോന്നുന്നില്ലേ എന്ന് ചോദിച്ചാൽ തോന്നുന്നൊക്കെയുണ്ട്. പക്ഷേ നാട്ടിൽ ചെന്നാൽ നമ്മൾ തിരക്കിൽ പെട്ടുപോകില്ലേ? മഹിയേട്ടനാണെങ്കിൽ ജോലിക്ക് പോകും. പിന്നെ ഇതുപോലെ ഒരു ടെൻഷൻ ഇല്ലാത്ത ഒരു ലൈഫ് ഉണ്ടാവുമോ? അവൾ പറഞ്ഞു. എന്റെ പൊന്നു മോളെ, ഞാനൊരു ഡോക്ടറാണ്. 1 മാസം ലീവ് എടുത്തത് തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ്. ഇപ്പോഴത്തെ എന്റെ സ്ഥിരം പേഷ്യൻസിനെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർക്ക് എന്നും പരാതിയാണ് എന്നാണ് ഞാൻ വരിക എന്ന് ചോദിച്ച്. അതുകൊണ്ട് തന്നെ ഇനി അധികം ലീവൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഇതല്ലേ ജീവിതം. കുറെ ടെൻഷനുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ നിറഞ്ഞ ജീവിതത്തിൽ നിന്നും ഇതുപോലെ കുറച്ചുനാൾ എൻജോയ് ചെയ്യാൻ നമുക്ക് ഇനിയും വരാടോ, അവൻ പറഞ്ഞു. പോകുന്നതിന് മുമ്പ് എനിക്കൊരു ആഗ്രഹം കൂടിയുണ്ട്, അവൾ അവന്റെ നെഞ്ചിൽ പടം വരച്ചുകൊണ്ട് പറഞ്ഞു. എന്താഗ്രഹം? അവൻ ആകാംക്ഷയോടെ ചോദിച്ചു. നമുക്കൊരിക്കൽ കൂടി രാത്രി ആ ഗ്ലാസ് ഇഗ്ലൂ ഹൗസിൽ കഴിയണം, അവൾ പറഞ്ഞു. പ്രിയദർശനും വേണിയും മൂത്ത മകനായ സുദർശനും മുത്തശ്ശിയും കൂടി ഒരുമിച്ചിരുന്ന് ഉച്ചഭക്ഷണം കഴിക്കുന്ന സമയം. പ്രിയന്റെ അടുത്തു നിന്നും രാജശ്രീ വിളമ്പിക്കൊടുക്കുന്നു. സുദർശന്റെ അടുത്ത് നിന്ന് അവന്റെ ഭാര്യയായ മഞ്ജു ആവശ്യാനുസരണം അവന് വിളമ്പിക്കൊടുക്കുന്നുണ്ട്. അച്ഛാ, മഹിയേട്ടൻ നാളെ അവിടെ നിന്നും പുറപ്പെടുമോ? വേണി ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് ചോദിച്ചു. 3 ദിവസത്തിനുള്ളിൽ ഇങ്ങോട്ട് പുറപ്പെടുമെന്നാവാൻ പറഞ്ഞത്. ഏതായാലും ഞായറാഴ്ചയ്ക്കുള്ളിൽ വരുമായിരിക്കും. രാവിലെ വിളിച്ചപ്പോൾ അവന് പനിയാണെന്നാ പറഞ്ഞത്. ഇനി കുറച്ചു കഴിഞ്ഞു വിളിക്കണം എന്ന് പറഞ്ഞ് പ്രിയൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഇനിയിപ്പോൾ നിങ്ങൾ വിളിക്കാനൊന്നും നിൽക്കണ്ട. അവിടെ ഈ സമയം അർദ്ധരാത്രിയാണ്. വൈകുന്നേരം 12 മണിക്ക് ശേഷം വിളിച്ചാൽ മതി. എങ്കിലേ അവിടെ നേരം വിളിക്കൂ, രാജി പ്രിയനോടായി പറഞ്ഞു. അവൾ ഇവിടെ വന്നതിന് ശേഷം എന്താ അച്ഛാ നമ്മുടെ പ്ലാൻ? വേണി പറഞ്ഞു. നമ്മൾ മുമ്പ് തീരുമാനിച്ച പ്ലാൻ തന്നെ, ക്രൂരമായി പുഞ്ചിരിച്ചുകൊണ്ട് പ്രിയൻ പറഞ്ഞു. സൂക്ഷിച്ചു വേണം അച്ഛാ. ഇത് വല്ല കേസുമായാൽ നമ്മൾ കുടുംബത്തോടെ ജയിലിൽ പോകേണ്ടി വരും. പിന്നെ വഞ്ചനാ കുറ്റത്തിന് മരണം വരെ മഹി ജയിലിൽ കിടക്കേണ്ടി വരും, സുദർശൻ പറഞ്ഞു. മഹിയുടെ യഥാർത്ഥ അച്ഛൻ ഞാനാണെന്നറിയുമ്പോൾ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്ന കാര്യം സത്യമാണ്. പക്ഷേ എന്ത് പറഞ്ഞിട്ടായാലും അവളെ ഇവിടെ പിടിച്ചു നിർത്തണം, പ്രിയൻ പറഞ്ഞു. മഹിയുടെ അച്ഛനും അമ്മയുമായി അഭിനയിക്കാൻ വന്നവർ തിരിച്ചു അവരുടെ നാട്ടിലേക്ക് പോയോ അച്ഛാ? സുദർശൻ പ്രിയനോടായി ചോദിച്ചു. അവർ അന്നേ പോയി. അയാൾ ഇപ്പോൾ കാശ്മീരിൽ എവിടെയോയാണ്. ആ പെണ്ണാണെങ്കിൽ ഖത്തറിൽ ഒരു വീട്ടിൽ മെയ്ഡായിട്ട് പോയി. കേരള പോലീസ് മഷിയിട്ട് നോക്കിയാൽ പോലും അവരുടെ പൊടി പോലും കിട്ടില്ല, പ്രിയദർശൻ ആർത്തു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സുദർശന്റെ ഗ്ലാസ്സിലെ വെള്ളം കഴിഞ്ഞതും അയാളുടെ ഭാര്യ ജഗ്ഗിലെ വെള്ളം ഗ്ലാസ്സിലേക്ക് പകരുന്നതിനിടയ്ക്ക് കുറച്ചു വെള്ളം അയാളുടെ ഷർട്ടിലേക്ക് തെറിച്ചു. പെട്ടെന്ന് ദേഷ്യം വന്ന സുദർശൻ എച്ചിൽ നിറഞ്ഞ കൈകൊണ്ട് മഞ്ജുവിന്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. ഒരു ഗ്ലാസ്സിലെ വെള്ളം പകരാൻ പോലും നിനക്കറിയില്ലേടി എന്ന് പറഞ്ഞുകൊണ്ട് ശേഷിച്ച ജഗ്ഗിലെ വെള്ളം മുഴുവൻ മഞ്ജുവിന്റെ തലയിലേക്ക് ഒഴിച്ചു. അല്പം ചൂടുള്ള വെള്ളമായതിനാൽ അവളുടെ ശരീരം അല്പം പൊള്ളി. പൊള്ളലിന്റെ നീറ്റം സഹിച്ച് അവൾ തല കുമ്പിട്ട് അവിടെ നിന്നു. എന്ത് ചെയ്താലും എന്തു പറഞ്ഞാലും തല കുമ്പിട്ട് നിന്നോളും ശവം എന്ന് പറഞ്ഞ് സുദർശൻ അവിടെ നിന്നും ദേഷ്യപ്പെട്ടു പോയി. ഇതൊന്നും ശ്രദ്ധിക്കാത്ത മട്ടിൽ വേണിയും പ്രിയനും ഭക്ഷണം കഴിപ്പ് തുടർന്നുകൊണ്ടിരുന്നു. സുദർശൻ അവിടെ നിന്നും പോയതും തല കുമ്പിട്ടുകൊണ്ട് മഞ്ജുവും അവിടെ നിന്നും പോയി. ഓരോ ദിവസം കഴിയും തോറും ഇവരുടെ ബന്ധം വഷളായി വരികയാണ്. ഇങ്ങനെ പോയാൽ ശരിയാകുമോ? ഇതിനൊരു അവസാനം വേണ്ടേ? രാജി പ്രിയനോടായി പറഞ്ഞു. ഇതിൽ എനിക്കെന്തു ചെയ്യാൻ പറ്റും? അവന്റെ ഭാര്യയെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ് എനിക്കവനെ തല്ലാനൊന്നും പറ്റില്ലല്ലോ, പ്രിയൻ ലാഘവത്തോടെ പറഞ്ഞു. നിങ്ങൾ ഒരാളാണ് ഇതിനൊക്കെ കാരണക്കാരൻ. ഇഷ്ടമില്ലാത്ത പെണ്ണിനെ വിവാഹം കഴിച്ചാൽ ഇങ്ങനെയിരിക്കും. സുദർശന്റെ ഒപ്പം പഠിച്ച ഒരു പെൺകുട്ടി അവന്റെ കൂടെ ഇറങ്ങി വരാൻ തയ്യാറായതല്ലേ? നിങ്ങളല്ലേ അവരെ തമ്മിൽ അകറ്റിയത്? എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തത്? അവന്റെ അഭിപ്രായം പോലും ചോദിക്കാതെ വയനാട്ടിൽ ഏതോ കുഗ്രാമത്തിൽ കിടന്ന മഞ്ജുവിനെ അവന്റെ തലയിൽ കെട്ടിവെച്ചു. എന്നിട്ടിപ്പോൾ എന്തായി? ആ കുട്ടിയുടെ ജീവിതവും നശിച്ചു. അതിനിപ്പോൾ ഒരു വികാരവുമില്ല. കരയില്ല, ചിരിക്കില്ല, ഒന്ന് സംസാരിക്ക പോലുമില്ല. ആ കുട്ടി ഡിപ്രഷനിലേക്ക് പോവുകയാണ്, രാജി പറഞ്ഞു. എല്ലാവരും അങ്ങനെ തന്നെയല്ലേ രാജി? സത്യത്തിൽ നിന്നെ വിവാഹം കഴിക്കാൻ എനിക്ക് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും നമ്മൾ ഒരുമിച്ച് ജീവിച്ചില്ലേ ഇത്രയും വർഷം, 3 കുട്ടികളുമായി. അങ്ങനെ അവരും ജീവിച്ചോളും.
അതെ, അവർ ഭാര്യയും ഭർത്താവുമാണ്. അവരുടെ ജീവിതം അവർ നോക്കിക്കൊള്ളും. അവർ തമ്മിൽ കലഹിച്ചാലും സ്നേഹിച്ചാലും നമ്മൾ മൈൻഡ് ചെയ്യണ്ട. പിന്നെ അവൻ സ്നേഹിച്ച പെണ്ണിനെ പറ്റിയൊന്നും നീ എന്നോട് പറയണ്ട. ആ പെണ്ണാണ് ഈ വീട്ടിൽ വന്ന് കയറിയത് എങ്കിൽ നിന്റെ രണ്ടാമത്തെ മകനെ കൂടി അവൾ വളച്ചൊടിച്ച് കുപ്പിയിലാക്കിയേനെ. ആ പെണ്ണിന്റെ അമ്മയായിട്ടായിരുന്നു നമ്മുടെ മൂത്ത മോന്റെ ഇടപാട് മുഴുവൻ. അമ്മയെ മടുത്തപ്പോൾ പിന്നെ മോളായിട്ടായി അവന്റെ. ഞാനൊന്നും പറയുന്നില്ല. ദേ അമ്മയും വേണിയും ഒക്കെ ഇരിക്കുന്നു. ഇവളാണെങ്കിൽ ഇവിടെ അടങ്ങി ഒതുങ്ങി നിന്നോളും. നീ അവരുടെ ജീവിതത്തിൽ ഇടപെടാതിരുന്നാൽ മതി. രാജിക്ക് ഒരു താക്കീത് എന്ന പോലെ പ്രിയൻ പറഞ്ഞു. അതേസമയം അങ്ങ് ഫിൻലാൻഡിൽ ഇഗ്ലൂ ഹൗസിൽ ഒരു പുതപ്പിനുള്ളിൽ പരസ്പരം കെട്ടിപ്പുണർന്നുകൊണ്ട് ഉറങ്ങുകയാണ് കാന്തിയും മഹാദേവനും. കുറച്ചു കഴിഞ്ഞതും അവൻ മയക്കത്തിൽ നിന്നും ഉണർന്നു. മുകളിലേക്ക് നോക്കിയതും ആകാശത്തെ നക്ഷത്രങ്ങൾ ചിമ്മുന്നതാണ് അവൻ കണ്ടത്. കാന്തിയാണെങ്കിൽ പാതി നഗ്നയായി കിടക്കുകയാണ്. അവളുടെ പനിനീർ പുഷ്പം പോലെയുള്ള ചുണ്ടുകൾ അവനെ ആകർഷിച്ചുകൊണ്ടേയിരുന്നു. അവൻ അവളുടെ ചുണ്ടിലെ തേൻ നുകർന്നതും അവൾ ഉറക്കച്ചടവോടെ എഴുന്നേറ്റു. എന്താ മാഹിയേട്ടാ, ഞാനൊന്ന് ഉറങ്ങട്ടെ, അവൾ ഉറക്കച്ചടവോടെ പറഞ്ഞു. വെറുതെ കിടന്നുറങ്ങാനാണോ ഇത്രയും കാശ് മുടക്കി ഇഗ്ലൂ ഹൗസ് എടുത്തത്? ഒന്ന് എണീക്കെന്റെ പെണ്ണേ. കാന്തി, ഐ നീഡ് യു, അവൻ പ്രണയത്തോടെ പറഞ്ഞു.